മിശിഹായ്ക്ക് വേണ്ടിയിട്ട് സകലതും ഉപേക്ഷിക്കുവാനായിട്ട് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗം. പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കണമെന്നാണ് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലതൊക്കെ ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈശോ മിശിഹായുടെ ശിഷ്യനാകുവാൻ സാധിക്കുകയില്ലെന്നാണ് ഈശോ ഓർമ്മിപ്പിച്ചത്. ഇവരെയൊക്കെ ഉപേക്ഷിക്കുവാൻ പറയുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് വെറുക്കണമെന്ന അർത്ഥമുണ്ടാകുന്നില്ല. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അവരെ സ്നേഹിക്കരുതെന്ന് മാത്രമാണ്. അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹമായിരിക്കണം കൂടുതലുണ്ടാവേണ്ടത്. നാം ഇവരെയൊക്കെ സ്നേഹിക്കുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അല്പം കുറഞ്ഞ സ്നേഹം മാത്രമേ ഇവരോട് കാണിക്കാവൂ. അതായത് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന്. നാമൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോഴും ക്രിസ്തീയമായ മൂല്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ, ദൈവികമായ കർമ്മങ്ങൾക്കിടം കൊടുക്കാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായിട്ട് സ്നേഹിക്കുവാനും സാധിക്കുകയില്ല. പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിക്കുവാൻ പറയുന്നത് വലിയ സാഹസം തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇന്നലകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ പിതാവും മാതാവുമാണ്. ഞാനിന്ന് എന്തായിരിക്കുന്നു അതിൻ്റെ വലിയ കാരണം എൻ്റെ മാതാപിതാക്കളാണ്. ഞാൻ ഇന്നായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടാളിയാണ് എൻ്റെ ഭാര്യ. എൻ്റെ കയ്യാളായി എനിക്ക് കൈത്താങ്ങായിട്ട് ദൈവം നൽകിയ ദാനമായ ജീവിത പങ്കാളി ഉപേക്ഷിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ നാളെയുടെ ജീവിതത്തിൽ എനിക്ക് കൈത്താങ്ങാകേണ്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ. അപ്പം ഞാൻ എന്തു തന്നെ ആയിരിക്കുന്നുവോ അതിനെ ഉപേക്ഷിക്കണമെന്നാണ് വചനം ഓർമ്മിപ്പിച്ചത്. എൻ്റെ ഭൂതകാലത്തിൻ്റെ നന്മകളെ, എൻ്റെ വർത്തമാനകാലത്തെ, എൻ്റെ ഭാവിയെ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതിലുപരിയായിട്ട് ഈശോയെ സ്നേഹിക്കണമെന്ന്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നും എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് പിറകെയാണ് പോകുന്നതെങ്കിൽ നാം ആരും നമ്മുടെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്ന് സാരം. ശിഷ്യനാണെന്ന് ഞാൻ പറയാൻ അഭിമാനിക്കുമ്പോൾ ഞാൻ ധ്യാനിക്കേണ്ടത്, ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കുന്നുണ്ടോ? അവൻ്റെ ചാര അണയാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? അവൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് അവൻ്റെ ചാര അണയുമ്പോൾ മാത്രമാണ് ഞാൻ ശിഷ്യനാണെന്ന് പറയുവാനായിട്ട് എനിക്ക് അവകാശമുണ്ടാവുകയുള്ളൂ. നാമൊക്കെ സ്നേഹിക്കുന്നവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നാമൊക്കെ ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെയൊക്കെ സ്നേഹത്തിൻ്റെ അളവുകോലാണ് നാം ആ വ്യക്തിയോടുകൂടെ ആയിരിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം. ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അതാണ് എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അളവുകോൽ. നാമൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. ഓരോ പ്രഭാതത്തിലും വാട്സപ്പ് തുറക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പരതുന്നത് ആരുടെ വാട്സപ്പിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സായാഹ്നത്തിൽ ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ആരുടെ ശബ്ദം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കാറുള്ളത്. ഞാൻ ആരുടെ കൂടെ ഏറ്റവും അടുത്തിടപഴകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നാമൊക്കെ സ്നേഹിക്കുന്നവരോട് നാം ഒരുപാട് അടുത്തിടപഴകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടമുണ്ടെന്ന് തന്നെയാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് ഒരുപാട് സഹനവും ത്യാഗവും എടുത്തൊക്കെ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നമുക്കൊരുപാട് ഇഷ്ടമുണ്ട് അവിടെ. ഇന്ന് ദൈവം ചോദിക്കുന്നു, നിനക്ക് നിൻ്റെ ദൈവത്തോട് എത്രമാത്രം ഇഷ്ടമുണ്ട്? എല്ലാറ്റിലും ഉപരിയായിട്ട് അവനെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.